feeler gauge. If we have one minute gap between two mating surfaces, for example, the gap between two electrodes of a spark plug, it is having a gap approximately equal to 0.5 millimeter. Or otherwise, the gap between connecting rod and crankshaft in the connecting rod and crankshaft assembly of an engine, it is having a minute gap. How we can measure the gap between these surfaces? Is it possible to measure using a vernier caliper or screw gauge or a steel rod or something like that? No, it is difficult to find the minute gap using our conventionally used measuring instruments. So, we come to another gauge called feeler gauge. അപ്പോൾ ഒരു മെക്കാനിക്കൽ അസംബ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് കമ്പോണൻസുകൾക്കിടയിൽ അതിൻ്റെ രണ്ട് കമ്പോണൻസിൻ്റെ സർഫസിനിടയിലുള്ള ചെറിയ മൈന്യൂട്ട് ഗ്യാപ്പുകൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗേജിനെയാണ് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. ലെറ്റ് us check one feeler gauge. As we said earlier, the feeler gauge is used to check clearance between two mating surfaces. It consists of a series of hardened steel blades or leaves held firmly on a holder. Okay. Each blade is marked with its thickness, which varies from 0.04 mm to 0.63 mm. ഒരു ഫീലർ ഗേജാണ് ഈ കാണുന്നത്. ഇതിൽ ഒരു മെക്കാനിക്കൽ അസംബ്ലി എടുത്തു കഴിഞ്ഞാൽ അതിലെ കമ്പോണൻസ് തമ്മിലുള്ള ക്ലിയറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗേജാണ് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീലർ ഗേജിൽ നിരവധി ഹാർഡ് സ്റ്റീൽ ബ്ലേഡുകളുണ്ട്. അപ്പോൾ ഓരോ സ്റ്റീൽ ബ്ലേഡിന് ഓരോ തിക്നെസ്സാണുള്ളത്. അപ്പോൾ ഈ തിക്നെസ്സുകൾ അതാത് സ്റ്റീൽ ബ്ലേഡുകളിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഫീലർ ഗേജിൽ 0.04 mm മുതൽ 0.63 mm വരെയുള്ള നിരവധി തിക്നെസ്സുകളുള്ള സ്റ്റീൽ ബ്ലേഡുകളാണ് ഉള്ളത്. ദിസ് ഈസ് വൺ കണക്റ്റിംഗ് റോഡ് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് ഓഫ് എ പെട്രോൾ എഞ്ചിൻ. ഹിയർ ഇസ് ഹാവിങ് എ മൈന്യൂട്ട് ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ടു കമ്പോണൻറ്റ്സ്. ഹിയർ we need to measure the clearance of this gap using our feeler gauge. Our feeler gauge, let us check with the 0.38 mm leaf. 0.38 mm leaf. 0.38 mm ഉള്ള ഒരു ലീഫ് എടുത്ത് വെച്ച് ഈ ക്ലിയറൻസ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് സ്മൂത്തായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നെക്സ്റ്റ് വി ആർ ചെക്കിംഗ് വിത്ത് ദ 0.4 mm ലീഫ്. 0.4 mm ഉള്ള ഒരു ലീഫ് നമ്മുടെ ക്ലിയറൻസിലേക്ക് കടത്തിവിടുകയാണ്. അത് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒരല്പം പ്രഷറോട് കൂടി ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇനി നമ്മൾ 0.43 mm ഉള്ള ഒരു ലീഫ് കടത്തിവിടുകയാണ്. പക്ഷേ ഈ 0.43 mm ഈ ക്ലിയറൻസിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല, നല്ല ടൈറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫീലർ ഗേജിൻ്റെ 0.4 mm തിക്നെസ് ഉള്ള ലീഫാണ് നമ്മുടെ ഈ കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിയിലുള്ള ഈ മൈന്യൂട്ട് ഗ്യാപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ക്ലിയറൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 0.4 mm ആണ്. യൂസിങ് ദ സെയിം മെത്തേഡ് വി ക്യാൻ ആൾസോ ഫൈൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ഓഫ് എ സ്പാർക്ക് പ്ലഗ്. ദിസ് ഈസ് വൺ petrol engine spark plug. It is having two electrodes here. The minute gap between the two electrodes can be identified using our feeler gauge by the above said method. അപ്പോൾ ഇതുപോലെ ഏത് കമ്പോണൻസും നമുക്ക് ഫീലർ ഗേജ് ഉപയോഗിച്ച് ചെറിയ ഗ്യാപ്പുകൾ, അവയ്ക്കിടയിലുള്ള കമ്പോണൻസിൻ്റെ പാർട്സുകൾക്കിടയിലുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ അവ തമ്മിലുള്ള ക്ലിയറൻസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.